നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ചിന്തകളാണ്. ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തികൾക്ക് വേണ്ടിയാണ്. ഇത് മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും കാണാം, അല്ലാതെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറായിട്ടുള്ളൊരു വ്യക്തിക്കോ ആർക്ക് വേണ്ടി കാണാൻ പറ്റുന്ന ഒരിതാണ്. പക്ഷേ ഇതൊരു നോ കോണ്ടാക്ട് റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത്. പോസിറ്റിവിറ്റി മാത്രം അട്രാക്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ കാണുക. പ്രാർത്ഥിച്ചതിന് ശേഷം 5 പ്രാവശ്യം ഡീപ്പ് ബ്രെത്ത് എടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിൽ കണ്ടതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ഈ റീഡിങ് കണ്ടു നോക്കുക. റെസനേറ്റ് ആവാൻ വേണ്ടിയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ റീഡിങ്ങിലേക്ക് കടക്കാം. എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നത് നോക്കാം. അതായത് എനിക്കിപ്പോൾ കാർഡുകളിൽ നിന്ന് മനസ്സിലായത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അത്രത്തോളം ഇഷ്ടമുണ്ടെന്നാണ്. ഈ ഒരു സമയത്ത് അവർ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് അത്രത്തോളം നിങ്ങളെ ആ ഒരു വ്യക്തി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സ്നേഹമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ ഒരു വ്യക്തി മനസ്സിലാക്കി യഥാർത്ഥ സ്നേഹത്തിന് പിണക്കമുണ്ടാവും, ഇണക്കമുണ്ടാവും, എല്ലാം സ്വാഭാവികമാണ്. അല്ലെങ്കിൽ എപ്പോഴും സന്തോഷിപ്പിച്ച് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. ശരിക്കുള്ള ഇടയ്ക്ക് 1-2 സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ സ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തൂ. എന്തോ ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അതായത് ഇവിടെ അവർ മനസ്സോടെയാണ് ഇറങ്ങിപ്പോയത്. അവർക്ക് ഒരുപാട് വിഷമിച്ചിറങ്ങിപ്പോയ വ്യക്തിയാണ് തെറ്റിദ്ധാരണ മൂലം. അപ്പം നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി റിലേഷൻസിനേക്കാളും നിങ്ങൾ എന്തൊക്കെ ഒരു ആശയക്കുഴപ്പങ്ങളുണ്ടായി, നിങ്ങളുടെ ഇടയിൽ ഒരു വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വാക്ക് തർക്കങ്ങളൊക്കെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാൻ അവരായിട്ടൊരു തീരുമാനമെടുത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു തീരുമാനമെടുത്താണ് ഇതിലൊരു വ്യക്തി അതിൽ നിന്ന് ഇറങ്ങിപ്പോയത്, മൂവ് ഓൺ ചെയ്തത്. പക്ഷേ ഒരാൾ മൂവ് ഓൺ ചെയ്തപ്പോഴാണ് ആ ഒരു ബന്ധത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല. നിങ്ങളോട് അവർക്ക് അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്കിടയിലുള്ള സ്നേഹം ശക്തമായതുകൊണ്ട് ആ ഒരു സ്നേഹത്തെ അവർക്ക് കാണാതിരിക്കാൻ ഈ ഒരു സമയത്ത് പറ്റുന്നില്ല. അതിന് പകരമാവാനൊന്നും ഇല്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അവർ നിങ്ങളുമായിട്ട് ഒരുപാട് വഴക്കൊക്കെ ഇട്ട് പോയ ഒരു വ്യക്തിയാവാം. ഇത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ വ്യക്തി ഒരു സോൾമേറ്റ് കണക്ഷൻ, നിങ്ങളുടെ വ്യക്തിയും ചിലപ്പോൾ സോൾമേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്ത്. സ്നേഹം എന്താണെന്ന് അവരെ പഠിപ്പിച്ചത് നിങ്ങളായിരിക്കും. അല്ലെ എങ്ങനെ സ്നേഹിക്കണം അവർക്ക് അറിയത്തില്ല. അവരൊരു അവരുടെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയാവാം അവർ. പക്ഷെ അവരെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് വേണമെന്നാണ് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. അത്രത്തോളം അവർ വിഷമിക്കുന്നുണ്ട് നിങ്ങളില്ലാത്ത ഈ ഒരു അവസ്ഥ. അതുപോലെ സ്നേഹത്തിൽ ഒരു തുല്യ പങ്കാളിത്തം വേണം. അതായത് നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ അത്രയും കൊടുത്തില്ലെങ്കിലും നിങ്ങളെ മനസ്സിലാക്കി തിരികെ നിങ്ങൾക്ക്
എന്താണ് അർഹിക്കപ്പെട്ട ഒരു പ്രാധാന്യം നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. സ്നേഹത്തിൽ സുപ്പീരിയോറിറ്റി ഒന്നുമില്ല, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി ഒന്നുമില്ല. അവിടെ തുല്യ പങ്കാളിത്തമാണ് സ്നേഹത്തിൽ വേണ്ടത്. അങ്ങനെ ആ ഒരു കാര്യത്തെപ്പറ്റി ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളോടെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ആരാണെന്നും ആ ഒരു വ്യക്തി എന്തിനാണ് നിലകൊള്ളുന്നതെന്നും ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തിത്വമായിട്ട് അങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ആകർഷകമായ വ്യക്തിത്വമായിരിക്കും. അതായത് നിങ്ങളുടെ ഒരു പ്രണയത്തിലൂടെ ആയിരിക്കും നിങ്ങളുടെ വിവാഹം നടന്നത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആ ഒരു വ്യക്തി ഇപ്പോൾ പ്രണയിക്കുന്നവരാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ആ ഒരു സ്മാർട്ട്നെസ് ഒക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഒരു തമാശയൊക്കെ പറയുന്നൊരു സ്വഭാവമൊക്കെ ആയിരിക്കും. ഇപ്പോൾ ജീവിതത്തിൽ ആ ഒരു വ്യക്തി എല്ലാത്തിനെയും കൂളായിട്ട് എടുത്തിരുന്നൊരു വ്യക്തി ഇപ്പോഴാ ഒരു വ്യക്തി ഒരുപാട് അവരുടെ സ്വഭാവം തന്നെ ഒരുപാട് നിയന്ത്രിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു സോഷ്യലി ഒരു ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, തമാശ പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു ആകർഷകമായ ഒരു വ്യക്തിത്വമായിരിക്കാം. പക്ഷേ ഇപ്പോഴും അവർ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഞാനെന്താ ഇത്രയും മാറിയത്. ശരിക്കും അവരിലേക്ക് ഒതുങ്ങിക്കൂടിയതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും അത് അവരിൽ ഒരുപാട് ഭയങ്കര ഊർജ്ജസ്വലനായിരുന്നു നിങ്ങളുടെ വ്യക്തി മുൻപ് നിങ്ങളുള്ള സമയത്തൊക്കെ, അല്ലെ ജനറലി. പക്ഷേ നിങ്ങളുടെ അഭാവം അവരെ ഒന്നുമില്ലാതാക്കി തീർത്തു. അതായത് നിങ്ങൾക്കിടയിൽ വന്ന തെറ്റിദ്ധാരണകൾ മൂലമാവാൻ നിങ്ങളുടെ ബന്ധം എൻഡായത് അതവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കാർഡും കൂടെ എടുത്ത് നോക്കാം. നിങ്ങളുടെ വ്യക്തി ഒട്ടും ഹാപ്പിയല്ല. നിങ്ങളില്ലാത്ത അവസ്ഥയിൽ ഒട്ടും ഹാപ്പിയല്ല. നിങ്ങളുടെ ബന്ധത്തിനൊരു എൻഡ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു റീസ്റ്റാർട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം അവർ വിഷമിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ. നിങ്ങളിലേക്ക് തിരികെ വരാൻ അവർ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മാനസിക വേദനകൾ അല്ലെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ആ ഒരു വ്യക്തി ഈ ഒരു നിമിഷം കടന്നു പോകുന്നത്. ആ ഒരു മാനസിക വേദന ഒക്കെ അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടാവും അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ. അതിനെയൊക്കെ കീഴടക്കിയ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിനൊരു നാടകീയ മാറ്റം വരുന്നുണ്ട്. കാര്യങ്ങൾ ഇപ്പോഴെങ്ങനെയാണോ നിൽക്കുന്നത് അതിനൊരു 180 ഡിഗ്രി തിരിയുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങളുടെ അഭാവത്തിലാണ് നിങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി ആ ഒരു വ്യക്തി മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് എനിക്കെൻ്റെ റീഡിങ്ങിൽ നിന്ന് മനസ്സിലായത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു. കാര്യം അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു ബന്ധം എൻഡായതിനു ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ആവുന്നതായിട്ടാണ് കാണുന്നത്. എപ്പോഴും അവരുടെ ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് വരുമെന്ന് നോക്കാം. എപ്പോഴും അവരുടെ ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് വരുമെന്ന് നോക്കാം. നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞൊരു കാർഡാണ്. തീർച്ചയായിട്ടും ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജൊക്കെ നിങ്ങൾക്ക് അടുത്ത മാസം ആ ഒരു വ്യക്തിയുടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും ഒരു ദിവസം കാണാം. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെയുണ്ട്, അതും കൂടെ കൊടുക്കുക. അപ്പം വീണ്ടും നമുക്കൊരു റീഡിങ്ങുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എല്ലാവർക്കും നല്ല ഒരു മാറ്റങ്ങൾ വരട്ടെ.
അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പം നന്ദി, നമസ്കാരം, ബൈ.